പേളും ജംറിങ്ങും വെച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റ് ആയാലോ ഇന്ന്. ഫസ്റ്റ് ഒരു റിങ് എടുക്കുക, അതിലോട്ട് 2 റിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത 2 റിങ്സ് ഇല്ലേ, ആ 2 റിങ്സും കൂടി കണക്ട് ചെയ്തിട്ട് വീണ്ടും 2 റിങ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് സിമ്പിൾ ബ്രേസ്ലെറ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല, കാര്യം ഇത് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ടതാണ്. 1-2 തവണ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയാൽ ഈ മെത്തേഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത 4 റിങ്സ്, ആ 4 റിങ്സിനെ ഒന്ന് ഓപ്പൺ ആക്കുക. മീൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അകറ്റി മാറ്റുമ്പോൾ തന്നെ അതിനകത്തൊരു സ്പേസ് കിട്ടും. ആ സ്പേസിൽ നമുക്കൊരു പേളിൻ്റെ മുത്ത് വയ്ക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇത് അവിടെ സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് ഉള്ള 2 റിങ്സ് കൂടെ ചേർത്തിട്ട് പുതിയൊരു ജംറിങ് ഇട്ട് കൊടുക്കുക. അവിടെ വീണ്ടും ഒരു റിങ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ അത് സെക്യൂറായിട്ടിരിക്കും. ഈ പ്രോസസ്സാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് പോകുന്നത്. നമ്മളൊരു റിങ് കൂടി അതിലിട്ട് കൊടുക്കുകയാണ്. നേരത്തെ ഇട്ട ആ സെയിം സ്ഥലത്തൂടെ ഒന്നും കൂടെ ഒരു റിങ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ 2 റിങ് കൂടി കണക്ട് ചെയ്തിട്ട് അടുത്ത 2 റിങ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുക. ഇപ്പോൾ ഇതാ 2 റിങ് കൂടി അതിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് 4 റിങ് ആയില്ലേ. ഈ 4 റിങ്ങിനെ ഒന്ന് അകറ്റി മാറ്റുമ്പോൾ നമുക്കൊരു മുത്തിടാനുള്ള സ്പേസ് അവിടെ കിട്ടും. ജസ്റ്റ് പുറത്തോട്ടൊന്ന് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു മുത്തിടാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാവും. ആ സ്പേസിൽ മുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കോർത്ത് ആ 2 റിങ്ങിനെ ചേർത്തിട്ട് വീണ്ടും 2 റിങ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ മുത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജംറിങ്ങിൻ്റെ സൈസ് നോക്കിയിട്ട് ജംറിങ്ങിന് അകത്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള മുത്ത് എടുക്കുക. സൈസ് അങ്ങനെ നോക്കിയിട്ട് എടുക്കേണ്ട കേട്ടോ. കാര്യം ജംറിങ് തന്നെ പല സൈസിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുത്തുകൾ നമ്മൾ ജംറിങ്ങിന് അകത്ത് നിൽക്കുന്ന രീതിയിലുള്ള മുത്ത് നോക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട്. ചെറിയ മുത്തുകളാണ് എടുക്കുന്നതെങ്കിൽ ഇത് ഇതിനകത്തൂടെ തന്നെ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ 2 ജംറിങ് ഇടുന്നു, അതിനെ കണക്ട് ചെയ്തിട്ട് വീണ്ടും 2 ജംറിങ് ഇടുമ്പോൾ ഈ 4 എണ്ണം തുറന്ന് വയ്ക്കുമ്പോൾ നമുക്കൊരു മുത്തിടാനുള്ള ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഒരു മുത്ത് അതിനകത്ത് വച്ചതിന് ശേഷം നമ്മൾ ഈ ലാസ്റ്റ് കോർത്ത 2 ജംറിങ്ങിനെ ചേർത്ത് പിടിച്ചിട്ട് വീണ്ടും 2 ജംറിങ് ഇടും. എന്നിട്ട് വീണ്ടും അതിൽ 2നെയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് വീണ്ടും 2 റിങ് കൂടി ഇടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക് യു ഓൾ.